പോരാട്ടച്ചൂടിലാണ് നിലമ്പൂർ. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ്. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി പി വി കുട്ടൻ ചേരുന്നു. പി വി കുട്ടൻ, എങ്ങനെയാണ് പ്രചാരണ രംഗത്ത് മുന്നണികൾ? ഒപ്പം ഇന്ന് സ്ഥാനാർത്ഥികളുടെ ചിത്രവും ഔദ്യോഗികമായി വ്യക്തമാകുന്ന ദിനം കൂടിയാണ്, 3 മണിക്ക് ശേഷം, അല്ലേ? അതെ അജിംഷാദ്, വളരെ ആവേശപൂർവ്വം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോവുകയാണ്. ഇരു മുന്നണികളും വളരെ ശക്തമായ പ്രചാരണം തന്നെയാണ് നടത്തുന്നത്. LDF-ന്റെ സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രചാരണം 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പഞ്ചായത്തിലെ പര്യടനം നടത്തുന്നു. ഇപ്പോഴും പഞ്ചായത്തിലെ പര്യടനം തുടരുകയാണ്. അല്പസമയം മുമ്പ് അദ്ദേഹം ചുങ്കത്തറ കോളേജിലേക്ക്, അദ്ദേഹം പഠിച്ച കോളേജിലേക്ക് എത്തി വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. LDF-ന്റെ പ്രചാരണത്തിന് ഊർജ്ജം പകരുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത ആഴ്ച 3 ദിവസങ്ങളിലായി മണ്ഡലത്തിലെ വിവിധ റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ പഞ്ചായത്തിലും നടക്കുന്ന റാലികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. നേരത്തെ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി എത്തിയപ്പോൾ നിലമ്പൂർ ഇതുവരെ കാണാത്ത അഭൂതപൂർവമായ ജനക്കൂട്ടമാണ് അദ്ദേഹത്തെ കേൾക്കുന്നതിന് വേണ്ടി എത്തിയത്. വളരെ ആവേശം നിറഞ്ഞ മുഖ്യമന്ത്രിയുടെ ആ വരവോടുകൂടി തന്നെ LDF-ന്റെ പ്രചാരണം ആവേശത്തിലേക്ക് മാറി. ഇനിയിപ്പോൾ അദ്ദേഹം വീണ്ടും മണ്ഡലത്തിലേക്ക് വിവിധ പഞ്ചായത്ത് റാലികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തുന്നു. CPI-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, കേന്ദ്ര സംസ്ഥാന നേതാക്കളൊക്കെ വരും ദിവസങ്ങളിൽ പ്രചാരണത്തിന് വേണ്ടി ഇവിടേക്ക് എത്തും. വിവിധ നേതാക്കളൊക്കെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നുണ്ട്. UDF-ന്റെയും ആര്യടൻ ഷൗക്കത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മണ്ഡലത്തിലുണ്ട്. VD സതീശനും രമേശ് ചെന്നിത്തല, K സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ UDF-ന്റെ പ്രചാരണത്തിന് വേണ്ടി ആ മണ്ഡലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് 3 മണിയോട് കൂടിയാണ് ഈ നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന സമയം. അപ്പോൾ അതിനുശേഷം നമുക്ക് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിന് കൂടുതൽ വ്യക്തത വരും. PV അൻവർ മത്സരിക്കുമോ പിന്മാറുമോ എന്നുള്ള ചോദ്യവുമുണ്ട്. പക്ഷേ അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും മത്സരിക്കും എന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അജിംഷാദ്. ശരി, പി വി കുട്ടൻ.